നല്ലോണം പൊള്ളിയ മോളെ. അഷിതയ്ക്ക് ഇത് എന്ത് പറ്റി? എന്തോ മനസ്സിൽ കണ്ടിട്ട് തന്നെ ഈ നാടകം. ഒരു കാര്യം ചെയ്യാം, ദുർഗമോള് കർപ്പൂരം കത്തിക്കട്ടെ. ദുർഗേ, വാ മോളെ. എന്താ മുത്തശ്ശി? മോള് കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിയേ. ആഷിത ചെയ്യാൻ പോയപ്പോ കൈ പൊള്ളി. നീ എന്നങ്ങോട്ട് മാറി നിൽക്കും മോളെ. നീ ചെല്ലേ. എന്ത് ചെയ്താലും ഈ നാശം പിടിച്ചോളതിന്റെ ഇടയ്ക്ക് കയറുവാണല്ലോ. എങ്ങനെയെങ്കിലും എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിക്കാന്ന് കരുതി ഓരോന്ന് ചെയ്യുമ്പോ എല്ലാം കോളാവുകയാണല്ലോ. മുത്തശ്ശി, പൂർണിമയെ കാണാലോ. പൂർണിമ രാവിലെ തന്നെ മിനിസ്റ്ററെ കാണാൻ പോയിട്ടുണ്ടാവും. അതെന്താ വെളുപ്പിനെ തന്നെ മീറ്റിംഗ്? അതൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആണ്. മിനിസ്റ്ററുടെ സൗകര്യം നോക്കി രാവിലെ നേരത്തെ വെച്ചാണ്. ഓ, പൂർണിമ ചേച്ചിയുടെ കാറ് പുറത്ത് തന്നെ ഉണ്ടല്ലോ. പിന്നിങ്ങനെ ചേച്ചി പോയത്? അതെ, അത് ശരിയാണല്ലോ. അപ്പൊ പൂർണിമ പോയില്ലേ? അതെന്ത് പറ്റി? ഇന്ന് മിനിസ്റ്ററെ കാണാൻ പറ്റില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവുമല്ലോ. എന്താ മോളെ ഇത്? നിനക്ക് എന്താ പറ്റിയേ? ഇന്നത്തെ മീറ്റിംഗ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നെന്ന് നിനക്കറിയാവുന്നതല്ലേ? ഇല്ല ചെറിയച്ച, ഞാൻ അലാറം വെച്ചിട്ടാ കിടന്നത്. പക്ഷേ ഇതാരോ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഫോണിന്റെ സൗണ്ടും സൈലന്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആയിരുന്നോ? അതെ, നമ്മുടെ ചാനലിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു അത്.
4 മണിക്ക് അലാറം വെച്ചിരുന്നതാ. എനിക്കത് ഉറപ്പാ ചെറിയമ്മേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? മിനിസ്റ്ററെയും മറ്റും പറഞ്ഞ് എങ്ങനെ കൺവിൻസ് ചെയ്യും? ഇനിയിപ്പോ ടെൻഷനായിട്ട് എന്താ കാര്യം? നോ നോ നോ, അല്ല ചെറിയമ്മേ, ഞാൻ അലാറം വെച്ചു എന്നുള്ളത് ഉറപ്പാ. പക്ഷെ പിന്നെ ഇത് എങ്ങനെ ഓഫായി എന്നുള്ളത് അറിയാൻ വയ്യ. ഈ റൂമിൽ വന്നിട്ട് ആരലാറം ഓഫ് ചെയ്യാനാ? നിനക്ക് തെറ്റ് പറ്റിയതാവും. ഇല്ല ചെറിയമ്മേ, ഇത് ആരോ മാറ്റി വെച്ചത് തന്നെയാ. എനിക്ക് ഉറപ്പാ. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ വരില്ല. അതെ, മാറ്റി വെച്ചത് ഞാൻ തന്നെയാ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂർണിമേ?